എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ സൂപ്പാണ്. 1/2 കിലോ നല്ല എല്ലുള്ള മട്ടൻ എടുത്തിട്ടുണ്ട് സൂപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് പട്ട, കറാമ്പ്, കസ്കസ്, ചെറിയ ജീരകം പൊടിച്ചതും കൂടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കണം. വേറെ മസാല ഒന്നും ഇതിൽ ആവശ്യമില്ല. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ കുരുമുളക് പൊടിയാണ്. ഫ്രഷ് ആയിട്ടുള്ള 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് 1 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4-5 വിസിലാകുന്ന വരെ ആക്കി 5 വിസിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇറച്ചിയെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഫ്രൈ ആക്കാൻ പറ്റും. ഇത് നമുക്ക് സൂപ്പായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 2 ഗ്ലാസ്, ഏകദേശം വലിയ 2 ഗ്ലാസ് സൂപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അര ലിറ്റർ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് 1/2 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സൂപ്പിലേക്ക് ചേർക്കാൻ 2 ചെറിയ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ വേറൊന്നും ആവശ്യമില്ല. ഇതൊന്ന് കൊഴുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 2 ഇതൾ മല്ലിച്ചപ്പും കൂടി ഇടാം. അപ്പോൾ പച്ചവെള്ളത്തിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. തണുത്ത സൂപ്പാണെങ്കിൽ സൂപ്പ് തന്നെ ഒഴിച്ച് മിക്സാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ സൂപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു ലൈക്ക് എന്തായാലും ഇടണം. നിങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല നല്ല വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നന്നായി റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കുക. ഒരു തിളച്ചാൽ മതി, നമുക്ക് സൂപ്പ് റെഡിയായി കിട്ടി. നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് നമുക്ക് 1/2 ലിറ്റർ സൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.